അവർക്കും സുപ്രഭാതം. ചെവിയെ നട്ടവൻ കേൾക്കയില്ലയോ, കണ്ണിനെ നിർമ്മിച്ചവൻ കാണുകയില്ലയോ? അതെ, നമ്മൾ പലപ്പോഴും ചെയ്യുന്നതും പറയുന്നതും മറ്റാരും മനസ്സിലാക്കുന്നില്ല, കേൾക്കുന്നില്ല എന്നൊരു ധാരണ പലപ്പോഴും നമ്മെ അലട്ടാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നമ്മുടെ കണ്ണിനെ നിർമ്മിച്ചവൻ കാണുകയില്ലയോ? നമ്മുടെ കണ്ണെന്തിനുള്ളതാ? അത് മറ്റുള്ളവരെ കാണാൻ, പ്രകൃതി കാണുവാനുള്ളതാണ്. പക്ഷേ നമ്മുടെ ആ കണ്ണിനെ നിർമ്മിച്ചവൻ നമ്മെ കാണുന്നുണ്ട് എന്നുള്ള ചിന്ത നമ്മെ ഭരിക്കണം. നമുക്ക് ചെവി തന്നിരിക്കുന്നത് കേൾക്കുവാനാണ്. എന്നാൽ നമുക്ക് ചെവി നിർമ്മിച്ചു തന്നിരിക്കുന്നവൻ നാം പറയുന്നതും കേൾക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി ജീവിപ്പാൻ നമുക്ക് ഇടയായിട്ട് തരുന്നത്. ധാർമ്മിക മൂല്യമുള്ളവരായി ലോകത്ത് ജീവിപ്പാൻ ഇടയായിട്ട് തരുന്നത് ഈ തിരിച്ചറിവുകളിൽ നമ്മൾ വർത്തിക്കുമ്പോഴാണ്. ഇന്ന് പകലിൽ നമുക്ക് കണ്ണു തരികയും നമുക്ക് ചെവി തരികയും ചെയ്ത ദൈവം നാമും കാണുന്നതും നാം കേൾക്കുന്നതും നമുക്ക് മുമ്പേ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവിൽ മുന്നോട്ട് ജീവിപ്പാൻ ദൈവം നിങ്ങളെ അവരെയും സഹായിക്കും.